സംസ്ഥാന സർക്കാരിൻ്റെ വാർഷിക റിപ്പോർട്ട് പൊള്ളയെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് 24നോട്. വാർഷിക റിപ്പോർട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സംവിധാനമായി മാറി. ദേശീയ പാതകളെ സർക്കാരിൻ്റെ നേട്ടമായി ചിത്രീകരിച്ചു. കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് പല ദേശീയ പാതകളും തകർന്ന തരിപ്പണമായി. അക്കാര്യത്തിൽ സംസ്ഥാനത്തിന് ഉത്തരവാദിത്തമുണ്ടെന്നും അടൂർ പ്രകാശ്. വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ നേട്ടമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ നേട്ടമായി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ന് കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള നാഷണൽ ഹൈവേ പലയിടങ്ങളും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണം മുടക്കി ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പോലും അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക സംസ്ഥാന സർക്കാരിനുണ്ട് ഉത്തരവാദിത്വം. വാർഷിക റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊള്ളയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഗവൺമെൻറ് ഈ നേട്ടങ്ങൾ വെച്ചുകൊണ്ട് ഇതൊക്കെ പാവപ്പെട്ട ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായി പോകുന്നു. LDF ആകെ പറഞ്ഞു വെച്ച കേരയിൽ പദ്ധതി പട്ടിണി പാവങ്ങളുടെ നെഞ്ചത്തടിക്കുന്നതാണെന്നും അടൂർ പ്രകാശ്. വിഴിഞ്ഞ ഉൾപ്പെടെ കൊണ്ടുവന്നത് UDF ആണ്. സർക്കാർ തുടർഭരണത്തിന് വേണ്ടി കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്നും അടൂർ പ്രകാശ് 24നോട് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇപ്പോൾ തുടർഭരണത്തിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലോ. ഒരു സംശയം ഞങ്ങൾക്കില്ല. തുടർഭരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വരും. ഈ 9 വർഷക്കാലം ഭരണം നടത്തിയിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു വൻകിട പദ്ധതി ഇവർക്ക് തുടക്കം കുറിക്കാനോ ആ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാനോ കഴിഞ്ഞിട്ടുണ്ടോ? ആകെയുള്ള പദ്ധതി എന്താ? പറഞ്ഞു വെച്ചത് എന്താണ്? കേരയിൽ പാവപ്പെട്ട ആളുകളുടെ നെഞ്ചത്ത് അടിക്കുന്ന പട്ടിണി പാവങ്ങളുടെ വീടിൻ്റെ നടുവിലൂടെ അതുപോലെ അടുക്കളയുടെ ഭാഗത്തൂടെ ഒക്കെ മഞ്ഞക്കുറ്റി ഇട്ടുകൊണ്ട് പോയ ഒരു സർക്കാരായി മാറിയിരിക്കുന്നത്. വിഴിഞ്ഞ പദ്ധതി ആര് കൊണ്ടുവന്ന? അതെങ്ങനെ ഇവർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നു? യാഥാർത്ഥ്യമാക്കിയതാരാ? ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷബീദാണ് അടൂർ പ്രകാശുമായി സംസാരിച്ചത്. പറയൂ ഷബീദ്. നമുക്കറിയാം, ഇന്നലെ വൈകിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ സമാപനത്തിൽ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കിയത്. പ്രോഗ്രസ് കാർഡിൽ വളരെ വിശദമായിട്ടുള്ള വാഗ്ദാനങ്ങൾ, അതിനപ്പുറത്തേക്ക് പ്രകടന പത്രികയിൽ നടപ്പാക്കിയ കാര്യങ്ങൾ, വികസന നേട്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അക്കമിട്ട് LDF സർക്കാർ നിരത്തിയിരുന്നു. പ്രത്യേകിച്ച് വിവാദമായിട്ടുള്ള ദേശീയപാത മുതൽ വിഴിഞ്ഞം പദ്ധതിയും കടന്ന് വ്യാവസായിക വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി, K-ഫോൺ, തീരദേശ മലയോര പാതകളുടെ വികസനം അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ സർക്കാർ പറഞ്ഞത്. മാത്രമല്ല, സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് LDF ഭരണ നേട്ടമായി അതല്ലെങ്കിൽ ഭരണത്തിലെ സുതാര്യതയായി ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോൾ UDF രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പ്രോഗ്രസ് കാർഡ് സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു പൊള്ളയായ റിപ്പോർട്ട് ആണെന്നുള്ള കുറ്റപ്പെടുത്തലാണ് UDF കൺവീനർ അടൂർ പ്രകാശ് നമ്മളോട് നടത്തിയത്. മാത്രമല്ല, ഈ പ്രോഗ്രസ് കാർഡ് ഉയർത്തിക്കൊണ്ട് സർക്കാരിനെ ദുർബലപ്പെടുത്തുക അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുക എന്നുള്ള ലക്ഷ്യം കൂടി പ്രതിപക്ഷം ഇപ്പോൾ വയ്ക്കുന്നുണ്ട്. ഇതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളയിലടക്കമുള്ള കാര്യങ്ങൾ സാധാരണക്കാരുടെ നെഞ്ചത്തടിക്കാനുള്ള പദ്ധതിയായിരുന്നു. ഇതിനപ്പുറത്തേക്ക് അക്കാര്യത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. വിഴിഞ്ഞം ഉയർത്തുമ്പോഴും റോഡ് വികസനത്തിൽ സംസ്ഥാനം പിന്നോട്ടടിച്ച കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ മിണ്ടുന്നില്ല. മാത്രവുമല്ല, വലിയ വികസന പദ്ധതികൾ ഇക്കാലയളവിൽ ഏതുണ്ട് സംസ്ഥാന സർക്കാരിന് സ്വന്തമായി പറയാൻ എന്നുള്ള ചോദ്യം കൂടി അടൂർ പ്രകാശ് ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഈ സർക്കാർ തുടർഭരണത്തിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്ന UDF കൺവീനർ പറയുമ്പോൾ അടുത്ത ഒരു വർഷക്കാലം UDF നടത്താൻ പോകുന്ന ഒരു ക്യാമ്പയിൻ്റെ തുടക്കമായി കൂടി നമുക്ക് കാണാൻ കഴിയും. സർക്കാർ ഉയർത്തുന്ന വികസന നേട്ടങ്ങളെ അതേ നാണയത്തിൽ തന്നെ തിരിച്ച് ജനങ്ങളുടെ മുൻപിൽ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് UDF ലക്ഷ്യം വെക്കുന്നത്. ഉടൻ തന്നെ പ്രതിപക്ഷത്തിൻ്റെ അവരുടെ നേതൃയോഗങ്ങളിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഉയർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ ക്യാമ്പയിൻ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. SK.